ഒരു ആൽമരത്തിൽ ആൺകുരുവിയും പെൺകുരുവിയും ഭാര്യ ഭർത്താവായിരുന്നു. അവർക്ക് ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. പെൺകുരുവി ഗർഭിണിയാണ്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അതേ മരത്തിലാണ് ഒരു പരുന്ത് ജീവിച്ചിരുന്നത്. അതിന്റെ ഒരു ചിറക് നല്ലതായിരുന്നു. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് രണ്ടാമത്തെ ചിറക് വെട്ടിയിട്ടുണ്ട്. സുഖമാണോ പക്ഷിറാണി? രണ്ടുപേരും വിളയിൽ പോകുവാണോ? ശരി, മതി. ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എവിടെങ്കിലും പോയാൽ എവിടെ പോകുന്നെന്ന് ചോദിക്കരുതെന്ന്. അങ്ങനെ ചോദിച്ചാൽ പോകുന്ന ഒരു കാര്യവും നടക്കില്ല. അയ്യോ പരുന്ത് ചേട്ടാ, നിങ്ങൾക്ക് എന്താ? ഞങ്ങൾ എവിടെ പോയാ എന്താ? നിങ്ങൾക്ക് ഈ മരം വെട്ടി എവിടെ വരാൻ പറ്റില്ല. ഞങ്ങൾ എവിടെ പോയാ നിങ്ങൾക്ക് എന്താ? നിന്നെ നോക്കുന്നത് പോലും ഞങ്ങളല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. ദൈവം എന്നും നിങ്ങളെ ഇങ്ങനെ തന്നെ നോക്കട്ടെ. ഒരുപാട് നന്ദി. പക്ഷെ നിങ്ങൾക്കൊരു ജോഡി എപ്പോഴും വരില്ല. എന്തെന്നാൽ നിങ്ങൾക്കൊരു ചിറകില്ലല്ലോ. ആൺകുരുവി പെൺകുരുവി എപ്പോഴും പരുന്തിനോട് ഇങ്ങനെയാണ് സംസാരിക്കുക. എന്തെന്നാൽ ആ മരത്തിൽ വേറെ ആരുമില്ലാത്തത് കൊണ്ട്. അവർ രണ്ടുപേരാണ് പരുന്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടിയിരുന്നത്. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ, കുരുവി ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നു. ആഹാ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഇത് മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു അറിയില്ല. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട്. പക്ഷിറാണി, നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത്? എനിക്കും നല്ലതുപോലെ വിശക്കുന്നു. എനിക്കും കുറച്ച് തരുമോ? ഈ പരുന്തിന്റെ കണ്ണ് എപ്പോഴും എന്റെ മേലാണ്. അതിനറിയില്ലേ ഞാൻ ഗർഭിണിയാണെന്ന്. എപ്പോ നോക്കിയാലും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കണ്ണുവെക്കും. എന്തുപറ്റി? ഇന്ന് ഒന്നും ചെയ്തില്ലേ? കൊണ്ടുവരാൻ നിക്ക്. കുരുവി രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം പരുന്തിനായി കൊണ്ടുപോയി. പരുന്തിന് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഉടനെ അതിന് മനസ്സിലായി അത് പഴയ ഭക്ഷണമാണെന്ന്. ഇത് രാത്രി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതേയുള്ളൂ. വേണമെങ്കിൽ കഴിക്കൂ, അല്ലെങ്കിൽ വിട്ടോളൂ. ദിവസവും രാത്രി ബാക്കി വന്നതാ നിങ്ങൾ തരുന്നത്. എന്നാൽ നിങ്ങൾ മാത്രം നല്ല ഭക്ഷണം കഴിക്കുന്നു. എനിക്കും ഇന്ന് നല്ല ഭക്ഷണം വേണം. എനിക്കും കഴിക്കാൻ എന്തെങ്കിലും തരൂ. ഇവിടെ തന്നെ ഇരുന്ന് എന്തിനാ എന്റെ ജീവൻ എടുക്കുന്നേ? നിനക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഈ മരത്തിൽ മാത്രമേ നീ ഇരിക്കുന്നുള്ളൂ. ഭക്ഷണം കൊടുത്താ അതിനും എന്തെങ്കിലും പറയും. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത്. അത് ഞാൻ നിനക്ക് വേണ്ടി തരണോ? നിനക്കിത് വേണമെങ്കിൽ കഴിക്ക്. പരുന്തൊന്നും മിണ്ടാതെ കേടുവന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ദിവസവും ആ കുരുവി പരുന്തിനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പാവം ആ കഴുകിനെ എന്ത് ചെയ്യാൻ കഴിയും? അതിന് പറക്കാനും കഴിയില്ല. ദിവസവും അതിന് വേണ്ട ഭക്ഷണം പോലും അതിന് കൊണ്ടുവന്ന് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആ കുരുവി എന്ത് ചീത്ത പറഞ്ഞാലും അത് കേട്ടുകൊണ്ടേയിരിക്കും. അതിന് മറുപടി പോലും പറയില്ല. ദൈവമേ, താങ്കൾ എനിക്ക് ജീവൻ നൽകി. അതിന്റെ കൂടെ എന്തിനു ദുരിതവും തരുന്നു? ആരെയും സഹായിക്കാൻ കഴിയാതെ ഞാൻ ജീവനോടെ ഇരുന്ന് എന്ത് പ്രയോജനം? ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറി. ഈ മരത്തിൽ ഒരു പക്ഷിയും വന്ന് ഇരിക്കുന്നതേ ഇല്ല. പക്ഷികളും എനിക്ക് ഭക്ഷണം തരുന്നതുമില്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കും, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരുമോ? താങ്കൾ എനിക്ക് 2 നേരത്തെ ഭക്ഷണം പോലും തരുന്നില്ല. ഒരുപക്ഷെ എനിക്കും പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആകാശത്തിനോട് ഞാൻ സംസാരിച്ചേനെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചേനെ. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയെങ്കിലും ജീവിക്കാമായിരുന്നു. പരുന്ത് ഇങ്ങനെ സ്വയം തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അതിന്റെ ശ്രദ്ധ മരത്തിനടിയിലെ പാമ്പിൽ ചെന്നു. ആ പാമ്പ് വളരെ ആഗ്രഹത്തോടെ ആ കൂട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഈ പക്ഷി ഗർഭിണിയാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ മുട്ടയും ഇടും. അപ്പോൾ ഞാൻ ആ മുട്ടയും കഴിക്കും. പക്ഷികളുടെ മുട്ട കഴിച്ചിട്ട് ഒരുപാട് നാളായി. പാമ്പ് സംസാരിക്കുന്നത് പരുന്ത് കേട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് കുരുവി 2 മുട്ട ഇട്ടു. ഭാര്യ ഭർത്താവ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നു. ഒരു ദിവസം പെൺകുരുവിക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് ആൺകുരുവി അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കി. നിനക്ക് ചെയ്യാൻ ഇവിടെ ഒരു ജോലിയുമില്ല. എന്റെ ഭാര്യയെ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ വരുന്നത് വരെ നീ എന്റെ മുട്ട നോക്കിക്കോ. താങ്കൾ പേടിക്കാതെ പോയിട്ട് വരൂ. താങ്കളുടെ മുട്ട ഞാൻ ഭദ്രമായി നോക്കിക്കോളാം.
രണ്ടുപേരും പറന്നുപോയി. മുട്ട അവിടെ തന്നെയായിരുന്നു. പാമ്പ് ഈ സന്ദർഭത്തിനാണ് കാത്തിരുന്നത്. നന്നായി. പക്ഷേ 2 മുട്ടയിട്ടിട്ടുണ്ട്. വയറ് നിറയെ ഞാനത് തിന്നാൻ പോകുക. ഇപ്പോൾ ആ മുട്ട എൻ്റെ ഭക്ഷണമാ. എന്നാൽ മുകളിൽ ആ കഴുകനുണ്ടല്ലോ. ഈ കഴുകൻ നമ്മളെ എന്ത് ചെയ്യാനാണ്? ഇതിനെ കൊണ്ട് പറക്കാൻ പോലും പറ്റില്ല. ഇതിനോട് ആ പക്ഷി മുട്ട ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നു. മണ്ടൻ പക്ഷി. പാമ്പ് ആ മരത്തിൽ കയറിക്കൊണ്ടിരുന്നു. അപ്പൊ പരുന്ത് അത് കണ്ടു. നീ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്ക്. ഇതെന്റെ ആജ്ഞയാണ്, മുൻപിലേക്ക് വരരുത്. നീ ആരാണെന്ന നിന്റെ വിചാരം? എന്നോട് ആജ്ഞാപിക്കുന്നു? ഇത് നല്ല തമാശയാ. നിന്നെ കൊണ്ട് നേരെ പറക്കാൻ പോലും പറ്റില്ല. നീ ഇനി ഒരല്പം മുൻപിൽ വന്നാൽ പോലും നിനക്ക് അത് നല്ലതിനല്ല. ഞാൻ ആ പക്ഷിയുടെ മുട്ട തിന്നാൻ പോകുക. എന്നെ ആര് തടയുന്നെന്നൊന്ന് നോക്കട്ടെ. ഈ പക്ഷിയുടെ മുട്ടകളിൽ തൊടാൻ നിനക്ക് എന്നെ മറികടന്ന് പോകേണ്ടി വരും. ഓഹോ, നീ എന്നോട് തന്നെ വാശി വെക്കുന്നോ? പാമ്പ് പരുന്തിനെ കുറിച്ച് ചിന്തിക്കാതെ മരത്തിൽ കയറി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ പാമ്പ് നേരെ മുകളിൽ ചെന്നതും പരുന്ത് അതിന്റെ കൈകൊണ്ട് ആ പാമ്പിനെ പിടിച്ചു. അത് ഇത്ര മുറുക്കെ പിടിച്ചെന്നോ പാമ്പിന് സ്വയം രക്ഷപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആൺകുരുവി പെൺകുരുവി രണ്ടുപേരും വന്നു. ഈ പാമ്പ് ഇവിടെ എങ്ങനെ വന്നു? എന്റെ കുട്ടികൾക്ക് കുഴപ്പമില്ലല്ലോ. പോകൂ, പോയി നിങ്ങളുടെ മുട്ട സംരക്ഷിക്കൂ. ഈ പാമ്പിന്റെ കാര്യം ഞാൻ ഏറ്റു. വേഗം പോകൂ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മുട്ട കഴിക്കും. കുരുവിയും ആ പരുന്തിനെ സഹായിച്ച് രണ്ടുപേരും ചേർന്ന് പാമ്പിനെ അമർത്തി. പാമ്പിന് പരിക്കേറ്റ് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഓടിപ്പോയി. പെൺകുരുവി മുട്ട കണ്ട് ഒരുപാട് സന്തോഷിച്ചു. പരുന്ത് കാരണമാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി. പരുന്ത് ചേട്ടാ, ഇന്ന് എന്റെ കുട്ടികളെ നിങ്ങളാണ് രക്ഷിച്ചത്. ഞാൻ ഇതുവരെ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവനെ കുറിച്ച് ചിന്തിക്കാതെ പാമ്പോട് പോരാടി എന്റെ കുട്ടികളെ രക്ഷിച്ചു. നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. കഴുകൻ ചേട്ടാ, എന്നോട് താങ്കൾ ക്ഷമിക്കൂ. പാവം, താങ്കളെ ഞങ്ങൾ അറിയാതെ ഒരുപാട് വഴക്കു പറഞ്ഞു. നിങ്ങൾ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നെന്ന് ഞങ്ങൾ കരുതി. വഴക്കു പറഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. അയ്യോ, ഇതെന്റെ കടമയാണ്. ഇപ്പൊ പെൺകുരുവി ആൺകുരുവി രണ്ടുപേരും പരുന്തിനെ നന്നായി നോക്കി. പിന്നെ അവർ രണ്ടുപേരും അതിനോട് സന്തോഷമായി സംസാരിച്ചു. ആ 3 പേര് സന്തോഷത്തോടെ ആൽമരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു.